ചേട്ടായി മന്ത്രി വന്നോ? മന്ത്രിയല്ല, മദനകുമാരൻ. സർവകലാശാല കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, തലയ്ക്കാത്ത മുഴുവൻ ചെളിയ. അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. വന്ന വഴി മറക്കാത്തവരെ കാലം എന്നും ഓർത്തുവയ്ക്കും. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇനി ഞാൻ ഒരറിയിപ്പുണ്ട്. നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. എന്തിനാടപ്പ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരിക്കലും വന്ന വഴി മറക്കില്ല. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. പെട്ടെന്നുണ്ടായതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ മാറ്റം എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ.